ഹായ് ഹലോ ഫാമിലീസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കേതിൻ്റെ ഏതെന്തണ്ടത്തിൻ്റെ ഒരു കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ബിഗിനേഴ്സിനും എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങല്ലേ. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. പത്തല്ലി വെളുത്തുള്ളിയും ഒരു 7 പച്ചമുളകും ഒരു പിടി മല്ലിയിലയും ചേർത്തരച്ച ഒരു മിക്സാണിത്. ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മിക്സ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വഴിയേ പറയാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. നമ്മുടെ ചിക്കൻ്റെ ഓരോ പോർഷനിലും നന്നായിട്ട് മസാല പിടിക്കണം. അതിന് നന്നായിട്ട് മസിൽ പിടിച്ച് തന്നെ ഇളക്കണം എന്ന് പറയുന്നത് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിന് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും സോഫ്റ്റ് ആവും. ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. നേരത്തെ തന്നെ ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസാണ്, ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചൂടായി വന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു കുറച്ച് കറുവപ്പട്ട, 3-4 ഗ്രാമ്പൂ, 4-5 ഏലയ്ക്ക, ഒരു ബേ ലീവ്സ്, ഒരു തക്കോലം, ഒരു 10-20 ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച ശേഷം നമ്മൾ സീവി വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വറുത്ത് കൊടുക്കുക. വറുക്കുക തന്നെ മൂപ്പിച്ച് വറക്കല്ല, ഈ വെള്ളം നഷ്ടപ്പെടുക, അതായത് വെള്ളം വറ്റി വരുമ്പോഴേക്കും നിർത്തുക. അതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. പിന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം, വെട്ടിത്തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് ചേർത്തിരിക്കുന്നത്. 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരിയുടെ വേവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം. അതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ച് വെള്ളം കുറച്ച് അടുത്ത് കരുതുക. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റി വരാറായപ്പോഴത്തേക്കും ഒരു മുറി നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ചേർക്കുന്നത് നമ്മൾ ചോറ് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓരോ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതവിടുന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമേ. ആദ്യം ഗാർണിഷിങ്ങിനുള്ള ഐറ്റംസൊക്കെ വറുത്ത് കോരാം. കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് റേസിൻസും കാഷ്നട്ടും ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് കോരാം. ഒരുപാട് കരിയാൻ പാടില്ല. ചെറിയൊരു ഗോൾഡ് കളറാകുമ്പം നമ്മൾ കോരി വെക്കണമേ. ഏത് സാധനമായാലും ഒരുപാട് മൂത്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. നമ്മൾ ഇതിലേക്ക് എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രമാണ് എടുക്കേണ്ടത്. എൻ്റെ ഈ പാനിന് വലിയ കട്ടിയില്ല കേട്ടോ. നോൾട്ടയുടെ ആണെങ്കിലും വലിയ കട്ടിയില്ല. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഇനി ഗാർണിഷിനുള്ള കുറച്ച് സ്ലൈസ് ചെയ്ത് സവോള ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത് കോരി എടുക്കാനായിട്ടാണ്. അതുകൊണ്ട് വളരെ കനം കുറച്ച് വേണം ഇത് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ എൻ്റെ സവാള ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതും ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റണം. അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റായി പോകും കേട്ടോ. അങ്ങനെ ഞാനിതിവിടെ എല്ലാം ഗാർണിഷിങ്ങിനുള്ള ഐറ്റംസ് എല്ലാം കോരി മാറ്റുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇനി നമുക്ക് ചിക്കൻ വേവിക്കണമല്ലോ. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ടു. പിന്നെ ഞാൻ സ്ലൈസ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ്. ബിരിയാണിക്കായോണ്ട് കുറച്ച് ഗ്രേവി വേണമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഒരു 7 സവാള വലുത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, റൈസിലും ചിക്കനിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ ആ പേസ്റ്റ്, അതിപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് വരണ്ട് വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അത് 2.5 ഇടാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും കേട്ടോ. ഞാൻ 2.5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, നേരത്തെ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എൻ്റെ ഈ പാത്രത്തിന് കട്ടി കുറവാണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയാണ് ഒരു അടിയിൽ ചെറുതായിട്ട് പിടിച്ചതായിട്ട് കാണുന്നത്. ഇൻഡക്ഷൻ കൂടെ ആകുമ്പം ഹെവി ചൂടല്ലേ, അതാണ്. നമ്മളെപ്പോഴും അടുപ്പിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഞാൻ അരമണിക്കൂറല്ല 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ ആ വെള്ളം നമ്മൾ ചേർക്കരുത്. അതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ ചിക്കൻ മാത്രമായിട്ട് ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ വാരിയെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇതിൻ്റെ മസാല തന്നെയാണ്, പക്ഷേ ഞാൻ ചേർക്കാറില്ല, അത്രേ ഉള്ളൂ. വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി എന്താണ്, എനിക്ക് ചിക്കൻ എപ്പോഴും ഈ എണ്ണയിലും ഈ മസാലയിലും കിടന്ന് ഒന്ന് ഉറച്ച് കിട്ടണം. അങ്ങനെ ഉറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഒരിക്കലും പൊടിഞ്ഞു പോവില്ല, അതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ്, അതായത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ശകലവും കേട്ടോ. ചില ചിക്കനിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കാണും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ഒരു പകുതി മുക്കാൽ വേവായ റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിലിരുന്ന് ബാക്കി റൈസ് വെന്തോളും. അതിനെ ഓരോ ലെയറായി തന്നെ നമുക്ക് ചെയ്യാം. എന്നിട്ട് വേണം ദമ്മിടാനായിട്ട്. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ റൈസ് ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി ഒഴിക്കാം, അല്ലാണ്ട് ഒഴിക്കാം. നെയ്യ് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. അതിലേക്ക് എസൻസ് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നു, വളരെ കുറച്ച് മാത്രം, ഒരു 3-4 തുള്ളി, അതായത് ഒരു ലെയറിൽ ഒരു 3-4 തുള്ളി. ഇനി നമ്മൾ ഗാർണിഷിങ്ങിനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സവോള, പിന്നെ റൈസിൻസും കാഷ്നട്ടും വറുത്തത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ മല്ലിയില, ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ മല്ലിയില. മല്ലിയില ആവശ്യത്തിന് ചേർക്കാം, അനാവശ്യത്തിന് ചേർക്കാം അല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഏത് സാധനവും ആവശ്യത്തിന് മാത്രമേ ചേർക്കാവൂ. അനാവശ്യത്തിനായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഫുള്ള് മാറിപ്പോവും. നമ്മൾ അടുത്ത ലെയറും റൈസ് ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് ആവശ്യമായ നെയ്യും തൂവി കൊടുത്തു. ഇനി നമുക്ക് ചേർക്കേണ്ടത് വീണ്ടും 1-2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് മാത്രം ചേർത്തു. പിന്നെ നമുക്ക് സവോള, അതായത് സ്ലൈസ് ചെയ്ത് വറുത്ത് വെച്ച സവോള, പിന്നെ നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും കൂടി ചേർത്തെടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ ഓൾമോസ്റ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കയ്യിൽ ബാലൻസ് ഉള്ള അത്രയും ചേർത്ത് തോന്നും, ബാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യം നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. കാഷ്യൂനട്ടൊക്കെ കുട്ടികൾക്ക് പെറുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമല്ലേ. ഇനി നമുക്ക് വീണ്ടും മല്ലിയില ചേർത്ത് കൊടുത്തു. അത് ഞാൻ 2 ലെയറിനുള്ള റൈസേ ഉള്ളായിരുന്നു എനിക്കിത്. ഇനി നമ്മളിത് അടച്ച് വെച്ച് ദം ചെയ്യാൻ വെക്കാമേ. അങ്ങനെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ ഞാൻ അടുപ്പിലാണ് വെച്ചത്, ഇൻഡക്ഷനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നല്ല കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. ഭയങ്കര എരിവും കാര്യങ്ങളും ഒന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. മാരിനേറ്റ് ചെയ്യുന്ന സമയം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു 15-20 മിനിറ്റ് മതി നമുക്ക് ഈ ബിരിയാണി റെഡിയാക്കാൻ. 20 വേണ്ട, ഒരു 15 മിനിറ്റ് മതി. ഇപ്പം റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ടെക്സ്ചറിൽ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മസാലയും നല്ല കുഴഞ്ഞ ബിരിയാണി ഇല്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പം നല്ല കുഴഞ്ഞ ബിരിയാണി കിട്ടില്ലേ, ആ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ കുഴഞ്ഞ ബിരിയാണി. അതേ സെയിം ടേസ്റ്റും സെയിം ടെക്സ്ചറിലെ ബിരിയാണിയാണിത്. പിന്നെ ഒരു കാരണവശാലും ഇൻഗ്രീഡിയൻസ് അധികം ആവരുത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് കൊടുക്കാം. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായാലും ഗസ്റ്റ് വരുമ്പോഴായാലും നിങ്ങൾക്കൊന്ന് ഷൈൻ ചെയ്യണോ, ഇത് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ ഇപ്പം പെരുന്നാളല്ലേ, ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. നിങ്ങൾ നല്ല വിശന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് നല്ല കുഴഞ്ഞ മസാല പുരണ്ട ബിരിയാണിയും നല്ല തൈര് സാലഡും ഇത്തിരി നാരങ്ങ അച്ചാറും ഒരു 2 പപ്പടവും കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പം മസ്റ്റ് ട്രൈ അല്ലേ. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ നിങ്ങൾ ആ സബ്സ്ക്രൈബും ഒന്ന് ചെയ്ത് ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കിൻ്റെ കാര്യം നിങ്ങൾ മറക്കില്ല, കമൻറ്റിൻ്റെ കാര്യം മറക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം ബൈ ബൈ, സീ യു.